പ്രിയരെ സസ്ന നമസ്കാരം. CPM ആകെ അങ്കലാപ്പിലാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതോട് ബന്ധപ്പെട്ട മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുക്കുന്നതിന് കണ്ടുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവകവും അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ കേരളത്തിൽ ആചരിക്കുന്നത് അനുഷ്ഠിക്കുന്നതായ ചില കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ചില നേർക്കാഴ്ചകളാണ് കോങ്ങാട് നടന്നിട്ടുള്ളത്. CPM ബാലസംഘത്തിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചപ്പോൾ 2-3 കൊല്ലം ആഘോഷിച്ചത് അവസാനിപ്പിച്ചു. കഴിഞ്ഞ 50 വർഷമായിട്ട് ബാലഗോകുലം കൊറോണ സമയത്തൊഴികെ ബാക്കിയുള്ള എല്ലാ സമയത്തും ഈ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ബാലദിനം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തില് അത് പരാജയപ്പെട്ടപ്പോൾ ഇത് RSSന് അനുകൂലിക്കുകയാണ്, പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ഇതിലൂടെ നമുക്ക് ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ CPM നേതാക്കന്മാർ കേരളത്തിൽ അങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ കമ്മിറ്റികളിൽ സ്വാധീനമുള്ള CPM അനുഭാവികൾ ഇതുപോലെയുള്ള ബാലഗോകുലം പോലെയുള്ള സംഘപരിവാർ നടത്തുന്ന പല കാര്യങ്ങളും അനുകരിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം കുറയ്ക്കാനുള്ള ചില നടപടികൾ മുന്നോട്ട് പോയി. കോങ്ങാട് നടന്നിട്ടുള്ള മാമ്പുള്ളിക്കാവിൻ്റെ ക്ഷേത്ര കമ്മിറ്റി നടത്തിയിട്ടുള്ള ചില ഒരു ഘോഷയാത്രയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് തെളിയിക്കുന്നത്. ഏകദേശം ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്ര ഏകദേശം 6 മണിയാവുമ്പോഴേക്കും കോങ്ങാട് ടൗണിൽ വരലുണ്ട്. വളരെ ഭംഗിയായിട്ട് ചിഷ്ടവട്ടമായിട്ട് ഭക്തിസന്ത്രമായ അന്തരീക്ഷത്തിലാണ് അത് വരുന്നത്. അവർ അതിൽ ശ്രീകൃഷ്ണനോട് ബന്ധപ്പെട്ട കഥകളും ഉപകഥകളുള്ള പ്ലോട്ടുകളും അതുപോലെ കുട്ടികൾ അത് ആഘോഷപരമായിട്ട് ആഘോഷിച്ചുകൊണ്ട് നൃത്തം ചവിട്ടിക്കൊണ്ടൊക്കെയാണ് മിക്കവാറും വരൽ. പക്ഷേ മാമ്പുള്ളിക്കാവിൻ്റെ ക്ഷേത്ര സമിതി അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി നടത്തിയിട്ടുള്ള ഒരു 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 ഘോഷയാത്രയാണ് ഇത്ര ഞാൻ ആണ് എന്ന രീതിയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കോങ്ങാട് ടൗണിലുള്ള ഡാൻസ് ടീച്ചർമാരെ ഈ കമ്മിറ്റിക്കാർ സ്വാധീനിക്കുകയും ബാലഗോകുലത്തിൻ്റെ പരിപാടികൾക്ക് പോകുന്ന കുട്ടികളെ അടക്കം അവരുടെ ഡാൻസ് ടീച്ചർമാരെ ശിഷ്യന്മാരായതുകൊണ്ട് അവരെ അടക്കം മാമ്പുള്ളിക്കാവിൽ 7 മണിക്ക് തുടങ്ങുന്ന നമ്മുടെ ആചരണത്തിൽ അല്ലെങ്കിൽ ആഘോഷത്തിൽ ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണമെന്ന വ്യാജേന ഡാൻസ് ടീച്ചർമാരെ വേഷം കെട്ടുകയും ഏകദേശം 10, 100, 120 കുട്ടികളെ വേഷം കെട്ടിച്ചുകൊണ്ട് കോങ്ങാട് ടൗണിലൂടെ നടത്തുന്ന ഒരു ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഈ വീഡിയോ. ഇവിടെ നോക്കൂ, ഇത് കാണുമ്പോൾ നമ്മൾ എന്താ ഉണ്ടാവുന്നത്, നമ്മളെ സ്കൂൾ കലോത്സവത്തിൽ രക്ഷിതാക്കൾ കുട്ടികളെ വേഷം കെട്ടിച്ചും കൊണ്ടുപോകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഭക്തിയില്ല, ഇവിടെ ശ്രീകൃഷ്ണനോട് ബന്ധപ്പെട്ട ഒരു കഥകളുമില്ല, ഒന്നുമില്ല. കുട്ടികളെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ രക്ഷിതാക്കൾ ഒക്കെ കൂടി പോകുന്നു. സത്യത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാമിന് കുട്ടികളെ കൊണ്ടുപോകുന്ന പരിപാടി. അതേസമയം മറുത്ത് ബാലഗോകുലം നടത്തുന്ന പരിപാടികളോ നല്ല ഭക്തിസാന്ദ്രമായ കാര്യങ്ങളാണ്. ഇതൊക്കെ പൊതുസമൂഹം കാണുന്നുണ്ട്. അപ്പം ഇത്തരം ഡാൻസ് ടീച്ചർമാരെയും വാദ്യമേളക്കാളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ സംഘപരിവാറിൻ്റെ ആശയങ്ങൾ ആണ് എന്ന്, ക്ഷേത്രകലകളും ക്ഷേത്രോത്സവങ്ങളും ഒക്കെ സംഘപരിവാറിൻ്റെ ആണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അത് അവരെ തന്നെ അത് തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് സംഘപരിവാർ നടത്തുന്ന ആഘോഷങ്ങളെ അതേപടി അനുകരിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിൻ്റെ പല കാര്യങ്ങളും അവരാഘോഷിക്കുമ്പോൾ എൻ്റെ പോലെയുള്ളവർ സന്തോഷിക്കുകയാണ്. കാരണം അനുകരിക്കാനെങ്കിലും അവർ ഇത്തരം കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അനുകരണം എന്ന് പറയുന്നത് ആപത്തിലേക്കാണ് ഹൈന്ദവ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഈ കുട്ടികളെ കൃഷ്ണന്റെ ഭജനകൾ എപ്പോഴെങ്കിലും ചെല്ലിച്ചത് ഈ ബാലസംഘക്കാർ ചെയ്ത് നിങ്ങളൊക്കെ ആർക്കറിയുമോ? അതേസമയം ബാലഗോകുലത്തിൽ പോകുമ്പോൾ കൃഷ്ണഭജനകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ പഠിക്കും. ഭഗവത്ഗീത പഠിക്കാൻ സാധ്യതയുണ്ട്, യോഗ പഠിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ പഞ്ചശീലങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ള അവസരം ആ പാഠ്യപദ്ധതിയിലുണ്ട്. ബാലസംഘത്തിലോ അവർ പാർട്ടി ക്ലാസ്സുകളിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് ആളെ കൂട്ടാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ബാലസംഘം പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷേ ഈ ബാലസംഘത്തിൽ ഒരു പരിപാടിയും സംഘപരിവാറോ ബാലഗോകുലം അനുകരിച്ചിട്ടില്ല, അനുകരിക്കാൻ അവർ നിൽക്കില്ല. കാരണം അത് കേരള സമൂഹത്തിനോ ഹൈന്ദവ സമൂഹത്തിനോ വേസ്റ്റാണ് എന്നുകൊണ്ടാണ് അവർ അത് അനുകരിക്കാത്തത്. പക്ഷേ ബാലസംഘവും അതുപോലെ തന്നെ CPM ഒക്കെ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ആശയപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നല്ലതാണ് എന്ന് അവർ തന്നെ സമ്മതിച്ചുകൊണ്ടാണെന്ന് പറയാതിരിക്കാനും വയ്യ. പല ഉണ്ണിക്കണ്ണന്മാരും രാധന്മാരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ കാണുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നോക്കൂ, BJP-ക്കാരെ ആണ് കാവ്യം കൊണ്ടെടുക്കുന്നതെന്നും RSSകാരാണ് കാവ്യം കൊണ്ടെടുക്കുന്നതും RSSകാരാണ്
ചുവപ്പ് കുറി തൊടുന്നതെന്നും അല്ലെങ്കിൽ രാവിലെ ക്ഷേത്രങ്ങളിൽ പോകുന്നതും ഒക്കെ പറഞ്ഞ് വലിപ്പിച്ചിട്ടുള്ള ഇതൊക്കെ വർഗീയമാണെന്ന് കേരള പൊതുസമൂഹത്തെ ബോധിപ്പിച്ചിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഏകദേശം ഇക്കാലങ്ങളിൽ നടത്തുന്ന ചില പ്രസ്താവനകൾ കാണുമ്പോൾ ശരിയാണ് വരുന്നത്. നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പോകാം, ക്ഷേത്രാചരണങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കണം, ഇതൊക്കെ പറയുന്ന പാർട്ടി 40 കൊല്ലങ്ങൾക്ക് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും നിങ്ങളെയൊക്കെ രാഷ്ട്രീയ സ്വയംസേവനം ഹൈജാക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം RSSന്റെ ആശയങ്ങൾ അതുപോലെ തന്നെ ബാലവത്തിന്റെ ആശയങ്ങളൊക്കെ ദിവസേന കേരള പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ബാലകോലം നടത്തുന്ന ഘോഷയാത്രകളിൽ 10,000-കണക്കിന് ആൾക്കാർ ഒന്നിച്ച് അണിനിരുന്നത്. ചില ഏരിയകളിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത, സംഘപരിവാറിന് സ്വാധീനമില്ലാത്ത ചില സ്ഥലങ്ങളിലും 10, 300, 400 ആൾക്കാരാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് ഒരു രാഷ്ട്രീയത്തിൽ നോക്കിയിട്ടല്ല അവർ അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ബാലകോലത്തിനും സംഘപരിവാറിനും മാത്രമേ ഹൈന്ദവ സമൂഹത്തെ ഉണർത്താനും അതിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനും സാധിക്കൂ എന്ന പൊതുസമൂഹം, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം തിരിച്ചറിഞ്ഞതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ കഴിഞ്ഞ ബാലകോലത്തിൽ കേരളത്തിൽ അങ്ങോളം വളരെയധികം രീതിയിലുള്ള ഒരു ഉന്മേഷത്തോടെ ജനങ്ങൾ പങ്കെടുത്തുള്ളത്. സഖാക്കന്മാരെ, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒന്നും കൂടി ചിന്തിക്കണം. നിങ്ങൾ അനുകരിക്കരുത്. നിങ്ങൾ ആശയങ്ങളൊക്കെ വെള്ളം ചേർത്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്തത്. രാഷ്ട്രീയ സ്വയംസേവകം സംഘപരിവാറൊക്കെ മൗനമായിട്ട് ഒക്കെ കാര്യങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ സംഘപരിവാറിനെ പ്രതിരോധിക്കാവുന്ന രീതിയിൽ ആചരിച്ചോളൂ. അത് പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും നല്ലതാണെന്ന് രാഷ്ട്രീയ സ്വയംസേവകത്തിന്റെ പ്രസ്താവനയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരം സംഘർഷങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ എതിർക്കാതിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നിങ്ങൾ അനുകരിക്കുക. സംഘപരിവാറിനെ പ്രതിരോധിക്കാവുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ എതിർക്കുക. അങ്ങനെ സംഘപരിവാറിന്റെ ആശയങ്ങളെ നിങ്ങളുടെ അണികളിലേക്ക് തന്നെ നിങ്ങൾ സ്വയം എത്തിക്കുക എന്നുള്ളത് നിങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതും ഇഷ്ടപ്പെട്ടു. നന്ദി, നമസ്കാരം.